സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ പുതിയൊരു അധ്യായത്തിനാണ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം തുടക്കം കുറിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. 2 പാക്കേജുകളിലായിട്ടാകും നിർമ്മാണം പൂർത്തിയാക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. GST സമ്പ്രദായം പരിഷ്കരിക്കുന്നതിൽ സംസ്ഥാനത്തിനുള്ള ആശങ്ക കേന്ദ്രം അടിയന്തരമായി പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP സംസ്ഥാന അധ്യക്ഷനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം സംസ്ഥാനം ആരംഭിക്കാൻ പോകുന്നത്. 33 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത്. 2 പാക്കേജുകളിലായി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും, ടണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 വരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്. GSTയുടെ പുതിയ പരിഷ്കരണത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ ആശങ്ക കേന്ദ്രം പരിഹരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന നഷ്ടം ദരിദ്രർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കത്തിനെയും ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത്, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ശബരിമല കേസുകളുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.